ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി നഗരസഭയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഗതാഗത പരിഷ്കാരം കർശനമാകുന്നു. മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കാൻ ശ്രമിച്ച പരിഷ്കാരങ്ങൾ വേണ്ടത്ര ദിശാബോർഡുകളില്ലാത്തതിനാൽ പാതി വഴിയിൽ നിലച്ചിരുന്നു. ഇപ്പോൾ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള വാഹനങ്ങൾ ടൗണിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾക്ക് യോഗത്തിൽ തീരുമാനമായി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നഗരസഭയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഗതാഗത പരിഷ്കരണങ്ങൾ വീണ്ടും കർശനമാക്കുന്നു. നഗരത്തിലെ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് മാസങ്ങളായെങ്കിലും കവലയിലെ ബോർഡ് വെച്ചതല്ലാതെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ഗതാഗത പരിഷ്കരണ സമിതി യോഗം മുൻ തീരുമാനങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പാക്കാൻ തീരുമാനമെടുത്തു. നല്ല രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ട്രാഫിക് നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ ചർച്ചകളും നിർദ്ദേശങ്ങളും വേണം. മാത്രം പോരാതെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നായിട്ട് നിന്ന് ചേർന്ന് നമുക്കത് നടപ്പിലാക്കുകയും വേണം. കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള വാഹനങ്ങൾ ടൗണിലേക്ക് പ്രവേശിക്കുന്നത് തടയുക, നേരത്തെ സ്ഥാപിച്ച സൈൻ ബോർഡുകൾ പുനഃസ്ഥാപിക്കുക, ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ പുതിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ അനധികൃത പാർക്കിംഗ് തടയുന്നതിനും യോഗം തീരുമാനമെടുത്തു. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓടിക്കാൻ ആളുകളെ സ്വയം അതിന് പ്രാപ്തരാവണം. അത് നടപ്പാക്കാൻ പോലീസും അതുപോലെ തന്നെ RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അക്കാര്യത്തിൽ കർക്കശ നിലപാടെടുക്കണം. ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാണല്ലോ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ നടപടിയെടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാകേണ്ട കാര്യമില്ല. ട്രാഫിക് നിയമത്തിൻ്റെ കാര്യത്തിൽ അപകടകരമായ പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റാനും പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യം കുറച്ച് ദിവസം നമ്മൾ വളരെ വിജിലൻ്റായിട്ട് നടത്തി ഈ ലോ പാർക്കിംഗ് വെച്ചു. ഇപ്പോൾ ലോ പാർക്കിങ്ങിന്റെ ബോർഡ് വല്ല കാണാനില്ല. അതിന് ഇപ്പം പറയുമ്പോൾ ചിലപ്പോൾ പോലീസിന്റെ ഫോഴ്സ് തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് ഗവൺമെന്റ് കസികളുടെ അത് ഗവൺമെന്റുള്ള 2-3 പോയിന്റുകൾ ആളെ ഇട്ട് വെച്ചാനകത്തും ഇപ്പൊ പറഞ്ഞ പഠിക്കപ്പെടുന്ന ഫ്രണ്ടില് ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ അടുത്ത് മരുന്ന് പിടിക്കുന്ന പ്രശ്നം വന്നാൽ ബുദ്ധിമുട്ട് ശരിയാ. പക്ഷെ അവിടെ അന്നേരം അനധികൃതമായിട്ട് 2 വീലുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമർ മാറ്റിയിരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, വൈസ് ചെയർമാൻ KP സലീം, സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ, P ഗിരീഷ് കുമാർ, ജോജിമോൻ ചാരുപ്ലാവിൻ, പിറവം സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KS ജയൻ, സോമൻ വല്ലയിൽ, KC തങ്കച്ചൻ, ബാബു പാണക്കാട്ട്, ഏലിയാസ് നാരേക്കാട്ട്, നഗരസഭാ സെക്രട്ടറി V പ്രകാശ് കുമാർ, പൊതുമരാമത്ത് KCB ഉദ്യോഗസ്ഥരും ബസ് ഓപ്പറേറ്റേഴ്സ് ഭാരവാഹികളും ഓട്ടോറിക്ഷ തൊഴിലാളി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. പൊതുഗതാഗത സംവിധാനത്തിലുള്ള ഓട്ടോറിക്ഷ, ടാക്സി, ബസ് ഇങ്ങനെയുള്ള ആളുകൾ അവര് അത് ക്ലിയറായാൽ തന്നെ ബാക്കിയുള്ളവർ അതിന്റെ പിന്നാലെ അത് പോകും. അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ഖേദകരമാണ്. പോലീസ് എല്ലായ്പ്പോഴും നമുക്ക് റോഡിൽ സാന്നിധ്യമുണ്ട്. എന്നാൽ പോലും എല്ലാ പോയിന്റിലും ആളെ നിർത്തി നമുക്കത് നേരെയാക്കുക പ്രായോഗികമല്ല. അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചാൽ മാത്രമേ അത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുള്ളൂ. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.